ആഴങ്ങളിൽ ആഴമേറിയ കടലിൻ്റെ ആഴങ്ങളിൽ നിന്നും മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ ഇത് ഇമാനുവൽ ആന്റണി, കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശിയാണ്. മത്സ്യബന്ധന മേഖലയിൽ നിരവധി അനുഭവ പരിജ്ഞാനമുള്ള ഇദ്ദേഹം നിരവധി ആത്മീയ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് ഇമാനുവൽ ആന്റണി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഇമാനുവൽ ആന്റണി. എൻ്റെ സ്ഥലം ശക്തികുളങ്ങരയാണ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ ജനിച്ചു വളർന്നത് ശക്തികുളങ്ങരയാണ്. എൻ്റെ അപ്പൻ്റെ പേര് നസ്രത്ത് ആന്റണി. ഞങ്ങൾ 9 മക്കളായിരുന്നു. അന്നത്തെ കാലത്ത് അപ്പൻ ഈ തുഴവള്ളമായിട്ട് വളരെയേറെ കഷ്ടപ്പെട്ട ഞങ്ങളെ 9 പേരെയും വളർത്തിയത്. എല്ലാവരെയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുത്തി മത്സ്യബന്ധനം പഠിപ്പിക്കുകയും കൂടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് വളരെ കൂടുതൽ കഷ്ടത അനുഭവിച്ച് ജീവിച്ചു വന്നൊരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞാൻ ആദ്യമായിട്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന പറയുന്നത് അപ്പൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൻ എന്നെ ഞാനൊരു 9-10 ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൻ എന്നെ സ്നേഹമായിട്ട് വിളിക്കും ഈ വഞ്ചി പോകാൻ വേണ്ടി. അതിൻ്റെ കാരണം പിന്നെ മനസ്സിലായത് തുഴഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ മീൻപിടുത്തം. അത് തുഴഞ്ഞു പോകുന്നതിന് കരുത്തോടും ശക്തിയോടും കൂടി തുഴഞ്ഞു കൊടുക്കാനായിട്ട് ആൾ വേണം. അന്നെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നല്ല ആരോഗ്യവാനും നല്ല ശക്തമായിട്ട് എന്ത് തൊഴിലും ചെയ്യുന്നതിനൊക്കെ പ്രാപ്തനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ മത്സ്യബന്ധനം. ഭയങ്കര ആഗ്രഹത്തോടുകൂടിയാണ് ഈ മത്സ്യബന്ധനത്തിൽ പോകുന്നത്. അങ്ങനെയാണ് ഞാൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നത്. ആദ്യമായിട്ട് അപ്പൻ്റെ കൂടെ വള്ളത്തിൽ പോയ സമയത്ത് ആദ്യമൊക്കെ വളരെ കുറഞ്ഞ നാളുകളിലൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നെ വള്ളം കടലിൽ ചെന്ന് ഞങ്ങൾ വല വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ അതിന് വള്ളക്കൈ റോപ്പെന്ന് പറയും, അത് തന്നിട്ട് അപ്പം പറയും കെട്ടിയിടാൻ പറയും. അത് കെട്ടി ബന്ധിച്ചതിന് ശേഷം പിന്നീട് തലയിൽ കെട്ടിയിരിക്കുന്ന തോർത്തൊക്കെ അഴിച്ചിട്ട് അന്ന് ഞങ്ങളുടെ ആദ്യത്തെ മധ്യസ്ഥ മാതാവ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ജോൺ ബട്ട്ലർ പുണ്യാളൻ മധ്യസ്ഥനായത്. ഈ 2 പേരെയും മുട്ടിപ്പാട്ട് വിളിച്ച് പ്രാർത്ഥിച്ച് അതിനെ നേരം നല്ല രീതിയിൽ നേരം കറുത്തതിന് ശേഷം വല പിടിച്ചു നോക്കുന്നൊരു സംവിധാനമുണ്ട്. വല പിടിച്ചു നോക്കുമ്പോൾ മീൻ എന്തെങ്കിലും ഓടിയിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞ മീനാണെങ്കിൽ വീണ്ടും അത് ഇളക്കി വിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ളായിട്ട് പിടിക്കും. രാത്രി ഒരു 8-8:30 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കരയ്ക്കണേ. ഞങ്ങൾ പിൽക്കാലത്ത് പിന്നെ ഈ ഫിഷിംഗ് ബോട്ടായതിനു ശേഷം ഞാനുൾപ്പെടെ മത്സ്യബന്ധനത്തിന് പോകാനായിട്ട് ചെന്ന് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ബോട്ടിനെ തൊട്ട് വണങ്ങിയിട്ട് കയറി വീലോസിനകത്ത് ക്യാബിനകത്ത് കയറിയിട്ട് മറ്റുള്ള ജോലിക്കാരെയൊക്കെ വിളിച്ചുണർത്തിയിട്ട് ചന്ദനത്തിരി മെഴുകുതിരി ഇതൊക്കെ എടുത്ത് കത്തിച്ച് മാതാവിനെ മുട്ടിപ്പാട്ട് 1ാം സ്ഥാനം മാതാവിന് കൊടുത്തിട്ട് മാതാവിനെ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ച് പുണ്യാളിനോടും പ്രാർത്ഥിച്ചതിന് ശേഷം അന്നന്ന് വേണ്ട അന്നം തരണേന്ന് മുട്ടിപ്പാട്ട് വിളിച്ച് അപേക്ഷിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തൊഴിലിന് പുറപ്പെടുന്നത്. അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള മൊത്തത്തിലുള്ള ആൾക്കാരുടെ ഇപ്പോൾ കാണുന്ന ഈ ജീവിത നിലവാരം. കടലിലേക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ എൻ്റെ സ്വന്തം ബോട്ടിനകത്ത് എൻ്റെ അമ്മാവന ചാർലി ജോസഫ് അദ്ദേഹത്തിൻ്റെ കടവിൽ നിന്ന് ബോട്ടഴിച്ചൊരുക്കിയ ഒരു 90-91 കാലയളവാണെന്ന് എനിക്ക് തോന്നുന്നു. പാതിരാത്രി ബോട്ടഴിച്ച് പോയിട്ട് കാറ്റും കോളും ഉള്ളപ്പോഴത്തേക്ക് ബോട്ടഴിച്ച് പോയിട്ട് എൻ്റെ 7-8 മണിക്കൂർ ഒറ്റ നിപ്പ് നിന്ന് ബോട്ട് ഓടിച്ചിട്ട് ഉദ്ദേശ സ്ഥലത്തെത്തുന്നതിന് നിന്ന് ബോട്ട് ഓടിച്ച് പോയി ഉദ്ദേശ സ്ഥലത്തെത്തി മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഉള്ളിൽ അവിടെ ആ സ്ഥലത്തെത്തുകയും തിരിച്ചു വരുന്നവരെയും ഈ മാതാവ് പുണ്യാള എന്നുള്ള ഒരു മന്ത്രം ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അത് എപ്പോഴും ഞങ്ങളെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് സന്തോഷകരമായ ഘട്ടത്തിലും മാതാവിനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അത് ഞങ്ങളുടെ ഒരു ശീലമാണ്. ആ രാത്രിയിൽ
ഈ എന്തും സംഭവിക്കും എന്നുള്ള ഒരു അതിയായ ഭയം ഉണ്ടായിരുന്നു. ആ ഭയത്തിനെയൊക്കെ അതിജീവിച്ചിട്ട് മാതാവ് കാത്ത് പരിപാലിച്ച് സംരക്ഷിച്ചിട്ട് ഒരു വലയെ വലിച്ചോള്, വല നിറച്ച് മത്സ്യം, ബോട്ട് നിറച്ച് മത്സ്യമായിട്ട് തിരികെ മാതാവ് എത്തിച്ചെന്നുള്ള ആണ് അന്നും ഇന്നും എന്നേക്കും ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അങ്ങനെ തന്നെയാണ്. പിന്നീട് ഒരിക്കൽ എനിക്ക് സ്വന്തം ബോട്ടുണ്ട്. അപ്പം എൻ്റെ ബോട്ട് വന്നു. ഞങ്ങൾ ബോട്ടിൻ്റെ ചിറക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വരാനുള്ള ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മാറി, അതിരൂക്ഷമായിട്ട് കടലുണ്ടായി, കടൽക്ഷോഭം ഉണ്ടായി. ബോട്ടുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് മുങ്ങാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ തന്നെ ഒരു ബന്ധുവിൻ്റെ ബോട്ട് മുങ്ങി. ഞങ്ങൾ ഇന്നത്തെ പോലെ ഈ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. ഞങ്ങൾ ബോട്ട് എടുത്തിട്ട് അഴിമുഖത്ത് ചെന്ന് കഴിയുമ്പം ഈ ബോട്ട് മുങ്ങിയ ബോട്ടിൻ്റെ ജീവനക്കാർ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുക. അന്നത്തെ കാലത്ത് ഞാൻ റോപ്പിട്ട് കൊടുത്തപ്പോൾ റോപ്പ് പിടിച്ച ആൾ പറഞ്ഞത്, എനിക്ക് സഹായം വേണ്ട, നീന്തറിയാത്ത അന്നത്തെ പുള്ളിയുടെ പേര് പറഞ്ഞ് ഇയാളിനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു. അയാൾക്ക് സഹായം എത്തിക്കാൻ പറ്റിയത് എൻ്റെ കാല് ഞാൻ നീട്ടിക്കൊടുത്ത് ബോട്ടിൻ്റെ പെണ്ടറിൽ ചവിട്ടി ചെന്നിട്ട് കാല് നീട്ടിക്കൊടുത്ത് കാല് കയറി പിടിച്ചിട്ട് നീന്തറിയാത്ത അയാൾ എൻ്റെ കാല് ഊരിയെടുക്കുന്ന രീതിയിൽ പിടിച്ചിരിക്കുക, ഒരിക്കലും പിടുത്തം പിടിച്ച്. അങ്ങനെ അയാളിനെ സാഹസികമായിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും പിൽക്കാലത്ത് അയാൾ മത്സ്യബന്ധനം ഉപേക്ഷിച്ചു. പിന്നെ കാണുന്നിടത്തെല്ലാം വെച്ചിട്ട് പുള്ളി എനിക്ക് എന്ത് ചെയ്യണോ എന്ത് തരണമെന്നൊന്നും അറിയാൻ മേത്ത സന്തോഷം എപ്പോൾ കണ്ടാലും. അങ്ങനെ പിന്നെയും ഉണ്ട് അനുഭവങ്ങൾ. ഞങ്ങൾ ഓരോ പ്രവൃത്തികളും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം അത് തൊഴിലിലായാലും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴായാലും ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും മാതാവേ എന്നുള്ള അത് ഉരുവിട്ടിരിക്കും. പിന്നെ പുണ്യാള ജോൺ പീറ്റർ പുണ്യാള ഞങ്ങളെ കൈവിടില്ലേ എന്ന് ഞങ്ങൾ ഉരുവിട്ടിരിക്കും. ഞങ്ങളുടെ ശക്തി അത് തന്നെയാണ്. ഇത് രണ്ടും തന്നെയാണ് ശക്തി. ഞങ്ങളത് പ്രവർത്തിക്കുന്നേ ഉള്ളൂ. ഞങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് മാതാവും വിശുദ്ധ ജോൺ പീറ്റർ പുണ്യാളോ. അത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഒരിക്കൽ ഞാൻ മീൻപിടുത്തം കഴിഞ്ഞ് മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരുമ്പോഴത്തേക്ക് ഇന്നത്തെ ഈ ടെക്നോളജി ഒന്നുമില്ല. അന്ന് ബോട്ട് റിപ്പയറായി വീണ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീലോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ തുണിയിട്ട് ഉടുത്തിരിക്കുന്ന കൈലിയോ തോർത്തോ ഷേട്ടോ ബനിയനോ എന്തെങ്കിലും ഇട്ട് വീശി കാണിക്കും. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ വരുന്ന സമയത്ത് വീശി കാണിച്ച് കണ്ട് ഞാൻ എൻ്റെ ജോലിക്കാരൻ എന്തിനാണ് നമ്മൾ പോകുന്നത്, ഞാൻ പറയില്ല, അടുത്ത് പോകണം, അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെല്ലുകയും ഇവർ ഈ ബോട്ടിനടുത്ത് ചെന്നിട്ട് ഈ ബോട്ടിനെ കെട്ടി വലിച്ച് ആളിനെയും ബോട്ടിനെയും ഫുള്ളായിട്ട് കരയിൽ കൊണ്ടുപോകും. പാരിതോഷികമൊക്കെ തരാമെന്ന് ഞാനതൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല. അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല. പഴയകാല മീൻപിടുത്തത്തിലെ പട്ടിണിയും പ്രയാസവും ഉള്ളൊരു കാലഘട്ടത്തെ പറ്റി പറഞ്ഞാൽ എൻ്റെ അപ്പൻ എന്നെ വിളിച്ചിട്ട് വെളുപ്പാങ്കാലത്തിന് മുൻപായിട്ട് കരയ്ക്കുന്നുള്ള കാറ്റ് ശക്തമായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പിന്നീട് വെള്ളം പുറപ്പെട്ട് തുഴവെള്ളം പുറപ്പെട്ട് അന്ന് ഞങ്ങൾക്കിവിടെ കപ്പലുണ്ട്. കപ്പൽ ഈ അഴിമുഖത്ത് വന്ന് കിടന്നിട്ട് ഇവിടുന്ന് അണ്ടി കയറ്റിപ്പോവും. ഈ കപ്പലിൻ്റെ കിഴക്ക് ഭാഗത്ത് മാറി ഞങ്ങൾ വല വെച്ചു. വല തിരിച്ച് വെള്ളത്തിൽ കയറ്റിത്തീരുന്ന സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ കപ്പലുമൊക്കെ വിട്ട് ഒരുപാട് ദൂരത്ത് ഒരുപാട് പടിയാറായി കരയ്ക്കുന്നുള്ള കാറ്റും. അന്ന് ഈ ജീവിതത്തിൽ ഈ ഇത്രത്തോളം ഈ കഷ്ടതയേറിയ ഒരു തൊഴിലായതെന്ന് ബോധ്യപ്പെടുന്ന അന്നാണ്. തിരിച്ച് കരയ്ക്ക് വരാനായിട്ട് തുഴയ്ക്ക് ഒരു കണക്കുമില്ല. കരക്കാറ്റടിച്ചിട്ട് ഈ വള്ളവും ഞങ്ങൾ വലയിൽ കിട്ടിയ മീനും എല്ലാം കൂടി ഒഴിയങ്ങ് പോയി. തിരിച്ചു വരുന്നതിന് അന്ന് വളരെ ത്യാഗപ്പെട്ടു. അന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പട്ടിണി കിടന്ന് ചത്താലും ഇങ്ങനെയുള്ള ഒരു തൊഴിലിൽ ഏർപ്പെടാൻ പാടില്ലെന്നുള്ളത്. ഇന്ത്യൻ നോർവേജിയൻ പദ്ധതി ഞങ്ങളുടെ ഈ നാട്ടിൻപുറത്ത് വന്ന് കേരളത്തിലുടനീളം ഉണ്ടായിരുന്ന പദ്ധതിയാണ്. അതിലേറ്റവും കൂടുതൽ വിജയിപ്പിച്ച സ്ഥലമെന്ന് പറയുന്നത് ഈ കേരളത്തിൽ തന്നെ, ഈ കൊച്ചു കേരളത്തിൽ തന്നെ ശക്തിയുള്ളവരെയാണ്. ഞങ്ങളുടെ പൂർവികർക്ക് എനിക്കോ അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്കോ ഒക്കെ ഇല്ലാത്ത തരത്തിലുള്ള നല്ല എന്താ പറയുന്ന രീതിയിൽ എന്നാൽ തന്നെയും നല്ല ബുദ്ധിയും ശക്തിയും ഒക്കെ ആരോഗ്യപരമായിട്ടും കായികപരമായിട്ടും
അങ്ങനെയൊക്കെ നല്ല ബുദ്ധി ഒക്കെ ഞങ്ങളുടെ ഈ നാട്ടുകാർക്ക് പൂർവികർക്ക് ഉണ്ടായിരുന്നുള്ള അതിൻ്റെ പ്രതിഫലനമാണ് ഇങ്ങനെ മാറി മാറി വന്ന ടെക്നോളജികൾ ഇങ്ങനെ ഓരോന്ന് ആയി ഇപ്പോൾ ഈ കാണുന്ന യുഗത്തിൽ എത്തപ്പെട്ട് നിൽക്കുന്നത്. ഞങ്ങളുടെ തൊഴിൽ രംഗത്ത് ഞങ്ങൾ ഈ മെക്കനൈസ്ഡിലോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ കരയുന്ന ഞങ്ങൾ അനുഭവിച്ച സുഖം എന്ന് പറയുന്നത് കരയുന്ന ആവശ്യമായ റേഷൻ സാധനം കൊണ്ടുപോകുന്നു, ഞങ്ങളത് സമയാസമയങ്ങളിൽ പാകം ചെയ്ത് കഴിക്കുന്നു, ഫ്രഷായിട്ടുള്ള വിഭവങ്ങൾ ഞങ്ങൾ പിടിക്കപ്പെടുന്നതിൽ തന്നെ ഞങ്ങളത് കറി വെച്ചും പൊരിച്ചും ഒക്കെ കഴിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. നല്ല ഭക്ഷണം, പിന്നെ കൈനിറച്ച് കാശ്, പിന്നീട് ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം, പിന്നെ കിടക്കാൻ നല്ല കിടക്കാടം, അങ്ങനെ അങ്ങോട്ട് പിന്നെ വന്ന മാറ്റങ്ങളൊക്കെ ഞങ്ങളുടെ മേഖലയിൽ നല്ല ശക്തമായ രീതിയിൽ അതിൻ്റെ മാറ്റത്തിൻ്റെ പ്രതിഫലനം കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നു അടിക്കടി. എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞങ്ങൾ 9 മക്കളാണ്. 9 മക്കളിങ്ങനെ ചെറിയൊരു വീട്ടിൽ ഈ അടുക്കി പിടിച്ചിടക്കാൻ കിടക്കുന്നത്. അപ്പം അന്നത്തെ പ്രയാസ കാലഘട്ടത്തിൽ അമ്മയുടെ ആ പ്രാർത്ഥനയൊക്കെയാണ് ഈ ഓർത്തെടുക്കാനും അത് പിന്തുടർന്ന് പോകാനും ഒരു പ്രചോദനം ഉണ്ടായത്. കാരണം വെളുപ്പിന് 4 മണിയൊക്കെ അന്നത്തെ 4 മണി 3 മണി സമയത്ത് അമ്മ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരുന്ന് ജപമാല ചൊല്ലുമായിരുന്നു. അത് അന്നത്തെ കാലത്തെ ഒട്ടുമിക്ക തള്ളമാരും തള്ളമാരുടെ ഒരു രീതിയായിരുന്നത്. അത് ഒഴിച്ചുകൂടാത്ത ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അത് കണ്ട് വളർന്നവരാണ് ഞങ്ങൾ. അപ്പം അത് ഞങ്ങൾക്കൊക്കെ ഈ മാതാവിനോട് അടുത്ത് നിൽക്കുന്നതിനും ജപമാല ചൊല്ലുന്നതിനും പള്ളിയിൽ പോകുന്നതിനും ഒക്കെ വിധേയത്വപ്പെട്ട് നിൽക്കുന്നതിന് ഒക്കെ ഞങ്ങളെ പ്രാപ്തരാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഡെയിലി ഫിഷിങ്ങിന് പോയി വരുന്നൊരു കാലയളവിൽ ഞങ്ങൾ വീടുകളിൽ നിന്ന് അപ്പനും മക്കളും, അല്ലെ അനിയൻ ചേട്ടൻ, അമ്മാച്ചൻ ചേടക്കാരൻ, ഇങ്ങനെ അങ്ങോട്ട് കൊച്ചപ്പൻ, അളിയൻ, ഇങ്ങനെ പല വിധത്തിലുള്ള ബന്ധത്തിലുള്ളവരൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഒരുമിച്ച് ബോട്ടിൽ ചെന്നിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരി കത്തിച്ച് ചന്ദനത്തെയും മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് വണങ്ങി അതിന് ശേഷം ബോട്ട് കെട്ടഴിച്ച് വിട്ടിട്ട് ഞങ്ങൾ കടലിൽ ചെന്നിട്ട് വല ഇടുന്ന ആ ഒരു ദിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ദിക്കിൽ വല എറിയുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് പിതാവിനും പുത്രനും വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വല കടലിലേക്ക് ഇറക്കത്തുള്ളൂ. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ പാലിക്കത്തുള്ളൂ. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ തൊഴിൽ തുടങ്ങി വലയിട്ട് വലിച്ചിട്ട് പോകുമ്പോൾ പിന്നെ ഓരോരുത്തരും ഉള്ളിൽ മാതാവിനെ ഉരുവിട്ടിരിക്കത്തുള്ളൂ. ഞങ്ങൾക്ക് ഇന്നത്തേക്കുള്ള അന്നം കിട്ടണമെന്നുണ്ട്. ഓരോ വ്യക്തിയും അത് ഇന്നാളെന്നില്ല, ഇതിൽ തൊഴിലെടുക്കുന്ന അന്നത്തെ കാലത്ത് 4, 5, 6 ആൾക്കാരൊക്കെ കാണത്തുള്ളൂ കഷ്ടിച്ച്. ഈ മൊത്തം ആൾക്കാരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയായി ഈ തൊഴിലുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കഞ്ഞിക്കും അരിക്കുമുള്ള വക കിട്ടൂ എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. എൻ്റെ വിവാഹം 1987 ഒരു ആഗസ്റ്റ് മാസത്തിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് എനിക്ക് സ്വന്തമായിട്ട് ബോട്ടുണ്ട്. പിന്നെ ബോട്ടുള്ള കാലയളവിൽ തന്നെ എനിക്ക് ലേലമുണ്ട്. ലേലം എൻ്റെ അമ്മാവൻ്റെ കൂടെ എന്നുള്ള ലേലം. അപ്പോൾ ഈ 2 തൊഴിലൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ മോന് മാതാവ് തരുന്നു, രണ്ടാമതും ഒരു മോനെ കിട്ടുന്നു. പിന്നെ ഈ 2 പേര് ആയതിന് ശേഷം ഉള്ളിൻ്റെ ഉള്ളിലൊരു തീരുമാനം, ഞാൻ വിദ്യാഭ്യാസത്തിൽ വളരെ പിറകിലായിരുന്നു. ഈ ജന്മം കൊടുത്ത ഈ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല വസ്ത്രം, നല്ല ഫുഡ് ഇതൊക്കെ കൊടുത്ത് വളർത്തണമെന്ന് ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു വാശിയായിരുന്നു. അങ്ങനെ അവരെ ഇംഗ്ലീഷ് മീഡിയം തന്നെ പഠിപ്പിച്ച് മുന്നേറുകയും ചെയ്തു. പിന്നീട് 8 വർഷങ്ങൾക്ക് ശേഷം 2 പേരും ഉണ്ടായി. 8 വർഷങ്ങൾക്ക് ശേഷം 3ാമത്തെ മോനെ കിട്ടുന്നത് വീണ്ടും. ആ മോൻ ഈ പള്ളിയെടുത്ത് വെച്ച് തന്നെ ഒരു കടലിൽ കുളിക്കാറിറങ്ങിയ തിരയിൽപ്പെട്ട് 2015 ഡിസംബർ 29 മരണമടയുകയും ചെയ്തു. എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ കൂടിയ ഈ ജീവിത പങ്കാളി എൻ്റെ വൈഫിൻ്റെ പേര് നിർമ്മല. ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതിലും അവരെ ചിട്ടയായിട്ട് വളർത്തുന്നതിലും
അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിലൊക്കെ. ഞാൻ തൊഴിലെടുത്ത് പൈസ കണ്ടെത്തി പൈസ കൊണ്ടു കൊടുക്കുന്നുള്ളൂ. ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ലായിരുന്നു. എന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ ശ്രദ്ധിക്കും. എല്ലാത്തിനും ആളിനാളായിരുന്നത് എൻ്റെ വൈഫാണ്. പിന്നെ എൻ്റെ അമ്മയൊക്കെ ജീവിച്ചിരുന്നപ്പം, എൻ്റെ മക്കൾ കുഞ്ഞുങ്ങളായിരുന്നപ്പം അവരെ സംരക്ഷിക്കാനും അവർക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കാനും അവർക്ക് കൂട്ടിരിക്കുന്നതിനും അവരെ കിടത്തി ഉറക്കുന്നതിനുമൊക്കെ ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. വയ്യാഴിക ഉണ്ടെങ്കിലും ഉണർന്നിരിക്കുന്നതിനും അമ്മയൊക്കെ കാണിച്ച ആ സ്നേഹപരമായ കാര്യങ്ങളൊക്കെ ഇന്നത്തുള്ള തലമുറയ്ക്കൊക്കെ അത് ഓർക്കാൻ പോലും കഴിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ ഈ ഹാർബർ ഗേറ്റിനകത്ത് കുറച്ച് നാട്ടിലെ വെള്ളമുണ്ട്. ഈ വെള്ളങ്ങൾ ഞങ്ങളുടെ നാട്ടുകാർ തന്നെയാണ് തൊഴിലിന് പോകുന്നത്. ഈ ട്രോളിംഗ് നിരോധന കാലയളവിലാണ് ഇവർ തൊഴിൽ കൂടുതലും ഉത്സവത്തിൽ പോകുന്നത്. അന്നേരം കിട്ടുന്ന മീൻ ഈ വില കിട്ടുന്നതിൻ്റെ ഒറ്റ കാരണമുണ്ട്. അത് വളവുത്തോപ്പിലുണ്ട്, ഇവിടെ തന്നെ പിന്നീട് ചൈക്കുളങ്ങര കുരിശിടി കീഴകശമുണ്ട്. ഇവിടെ ഈ ഹാർബറിനകത്ത് നിന്ന് പോയ വെള്ളം 4-5 വർഷമായി. ഇപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഈ വള്ളങ്ങൾ വെളുപ്പിന് പോയി കടലുണ്ടായി. ചില വള്ളങ്ങൾ തിരിച്ചു വന്ന് ഇതിൽ കടലിൽ ചെന്ന് കടലിനകത്ത് പെട്ടിട്ട് കടൽക്ഷോഭത്തിൽ വള്ളം മുങ്ങിയിട്ട് നാട്ടുകാരായ 2 സഹോദരങ്ങൾ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ട് നേരം വെളുത്ത് കാട്ടുതീപ് പോലെ എല്ലായിടത്തും പടർന്ന് അറിഞ്ഞു ഒക്കെ. അപ്പോൾ ഞാനിങ്ങനെ സാധാരണ ചെല്ലുന്ന ഹാർബറിൻ്റെ അകത്ത് ചെല്ലുമ്പം ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി ചെയ്യുന്ന കാര്യങ്ങൾ പറയുക. അപ്പോൾ ഇവിടെ രക്ഷപ്പെടുത്തുന്നതിന് പോലീസ് ബോട്ട് കടലിൽ കിടപ്പുണ്ട്. കരയ്ക്ക് നിന്ന് കാണുന്ന ദൂരത്താണ് ഈ വെള്ളം മുങ്ങിപ്പോയത്. മുങ്ങിയ വെള്ളം അവിടെ കിടപ്പുണ്ട്, അതിൻ്റെ വല കിടപ്പുണ്ട്, അതിനടുത്ത് പോലീസ് ബോട്ടും സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ കരയിൽ നിന്ന് വീണ്ടും രക്ഷാപ്രവർത്തനം നടത്താൻ മത്സ്യത്തൊഴിലാളികൾക്ക് പോകാൻ സംവിധാനം ഇല്ല. ട്രോളിംഗ് ബാനാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞ് കളക്ടർ മുതലായ വേണ്ടപ്പെട്ടവർ ഉത്തരവ് നൽകി ബോട്ട് പുറത്തിറക്കാൻ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബോട്ടെടുത്തിട്ട് വന്നിട്ട് നിങ്ങളെയും കയറ്റിയിട്ട് പോയി നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താം. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ ഇദ്ദേഹം നീണ്ടരയിലെ മത്സ്യബെഡിൻ്റെ മനോഹരൻ സഖാവ് ഉടനെ തന്നെ വന്ന് വാക്കാൽ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു ബോട്ട് പുറത്തിറങ്ങുന്നതിന്. അങ്ങനെ ബോട്ടെടുത്ത് പോയി ഈ വള്ളവും വലയൊക്കെ ആയിട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ എൻ്റെ കൂടെ വന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അന്ന് തന്നെ ഒരു ബോഡി കിട്ടി. അതിന് കാരണം പറയുന്നത് എൻ്റെ ഈ ബോട്ട് വെച്ച് ഞാൻ ചെന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഈ അടിത്തട്ടിൽ ഉണ്ടായിരുന്ന ആൾ ഒഴുകി ഇവിടെ തിരുവില്ലാരം എന്ന് പറഞ്ഞ പ്രദേശത്ത് അന്ന് വൈകിട്ട് തന്നെ വന്ന് കിട്ടുകയും ആ കുടുംബത്തിന് സർക്കാരിൻ്റെ ഫുള്ള് ഈ നഷ്ടപരിഹാരവും കിട്ടി. വേറൊരാളിനെ കിട്ടാത്തത് 7 വർഷങ്ങൾക്ക് ശേഷമല്ലേ ഉള്ളൂ മാൻ മിസ്സിങ്ങിന് പൈസ കിട്ടുന്നത്. അത് ഈ മത്സ്യത്തൊഴിലാളി പങ്കുവെച്ചപ്പോൾ എനിക്ക് വളരെ തൃപ്തിയായി. ഞാൻ ഈ ബോട്ടം കൊണ്ട് ചെന്ന് ചെയ്ത പ്രവൃത്തിയുടെ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരാൾ രക്ഷപ്പെട്ടെന്നുള്ള അന്നും പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അതെനിക്ക് മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. 2017 ഡിസംബർ 3-ം തീയതി ഒരു ഞായറാഴ്ചയായിരുന്നു. ഞാൻ കാവനാട്ട് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ച് നിൽക്കുമ്പം ഓഖി ദുരന്തം നടന്നല്ലോ. നവംബർ 29-30 ഓഖി ദുരന്തം കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരെ കിട്ടാനുണ്ട്. അങ്ങനെയുള്ള വലിയ വിഷയത്തിൽ നിൽക്കുകയാണ്. പൂർണ്ണ നിശ്ചലമാണ് മത്സ്യബന്ധന മേഖല. അങ്ങനെ കാവനാട് നിൽക്കുമ്പോഴത്തേക്ക് കളക്ടർ, സന്നാഹങ്ങൾ, ഫയർഫോഴ്സിൻ്റെ വണ്ടി, ഒരു കൂട്ടം വണ്ടി നിരയായിട്ട് ഇങ്ങനെ സേരം മുടക്കി പോകും. അപ്പം ഞാൻ ധരിച്ചത് ഈ ഓഖിയിൽ ദുരന്തത്തിൽ മരണപ്പെട്ടതിൽ ഏതെങ്കിലും ബോഡി ഞങ്ങളുടെ ഈ ചൈത്തുളങ്ങര നാട്ടിൽ കരയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പോകുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ എത്തുമ്പം ഹാർബർ നിറച്ച് ഉദ്യോഗസ്ഥരാണ്, ഒരു സന്നാഹമാണ്. അപ്പം അന്വേഷിച്ചപ്പോൾ അന്നിരിക്കുന്ന ഈ AD-ക്കും DD-ക്കൊക്കെ എന്നെ അറിയാം. കൊച്ചിൻ നേവിയുടെ കപ്പൽ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ നീരോടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള 13 ജീവനക്കാരെയും ഒരു ബോട്ടുമായിട്ട് നമ്മുടെ ഇവിടുത്തെ ടൈറ്റാനിയം എന്ന് പറഞ്ഞ ആ പ്രദേശത്തിന് കുറച്ചുള്ളിൽ മാറി കൊണ്ടുവന്ന് അവിടെ ഇട്ടിരിക്കുക. അവർക്ക് പിന്നെ ഇത് അകത്തോട്ട് വരാൻ പ്രൊഫഷനില്ല. എന്നിട്ട് കളക്ടർക്ക് മെസ്സേജ് ചെയ്തിരിക്കുക, ഈ 13 ആളിനെയും ബോട്ടിനെയും കരയിൽ നിന്ന് കളക്ടർ എന്താ സംവിധാനം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിക്കൊള്ളണം. അങ്ങനെ ഇവർ നിൽക്കുമ്പോഴാണ് ഞാനൊക്കെ ചെന്ന് ഈ AD-യൊക്കെ വന്ന് എൻ്റെ അടുത്ത് കാലുപിടിക്കുക, ചേട്ടാ എങ്ങനെയെങ്കിലും പോയി ഇവരെ ഒന്ന് കരയ്ക്ക് കൊണ്ടുവരണം. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ബോട്ട് എടുത്തിട്ട് പുറത്തിറങ്ങി. കടൽക്ഷോഭം ഉണ്ടെന്നേരം, തെറ്റില്ലാത്ത കടൽക്ഷോഭമുണ്ട്. കടൽക്ഷോഭത്തിൽ ചെറിയ പരിക്ക് എനിക്ക് കാലിന് പറ്റി. ഞാൻ ബോട്ടും കൊണ്ട് നിന്ന്
മണിക്കൂറിലെടുത്ത് 4-5 മണിക്കൂറെടുത്ത് ഈ ആൾക്കാർ കൂടുതൽ ആവശ്യതൊന്നും അല്ലായിരുന്നു. ഇത്തിരി പ്രായം ചെന്ന് 2-3 പേർക്ക് മാത്രം ഇത്തിരി ആവശ്യത. ഈ ആൾക്കാരെയും ബോട്ടുമായിട്ട് ഡക്ക് ചെയ്ത് ഭദ്രമായിട്ട് കൊണ്ടുവന്നപ്പം ഞങ്ങൾ അഴിയുടെ അടുത്തെത്താറായപ്പം ഈ നീരോടി എന്നുള്ള സ്ഥലത്തുള്ള ഒരു 3-4 ചെറുപ്പക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ബോട്ടിനകത്തുണ്ടായിരുന്നു. നീന്തി കയറി എൻ്റെ ബോട്ടിനകത്ത് കെട്ടി ഞാൻ പറയുന്ന അടിയെല്ലാം സെറ്റ് ചെയ്ത് തരാനും ഞാൻ പറയുന്ന പടിയെല്ലാം ചെയ്തു തരാൻ വേണ്ടി അവർ ചോദിച്ചു, ചേട്ടാ നമ്മൾ കരയ്ക്കെത്തുമോ ഈ കളിച്ചു? ഞാൻ പറഞ്ഞു, ഒരൊറ്റ ആശ്രയമുള്ളൂ, നിങ്ങളുടെ ബോട്ടിലോട്ടും എൻ്റെ ബോട്ടിൽ നിന്ന് വയർലെസ്സിൽ മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞു. മാതാവേ മാതാവേ ഞങ്ങളെ കാത്തോളണേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറയും. നമുക്കിനി വേറെ തുണയൊന്നുമില്ല, മാതാവിനെ വിളിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറയും. ഇതേ കണക്ക് തന്നെ എൻ്റെ ബോട്ടിലെ വയർലെസ് സെറ്റ് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവരുടെ ബോട്ടിലുള്ളടുത്ത് പറഞ്ഞു, മൊത്തം ആളും മാതാവിനെ മുട്ടിപ്പായിട്ട് വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പറയും, എങ്കിലേ നമ്മൾ കരയ്ക്കണയത്തോടെ. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ആ ബോട്ടിലുള്ളവരും ഞാനും ഉൾപ്പെടെ മാതാവിനെ മുട്ടിപ്പായിട്ട് വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഒരു പോറൽ പോലും വെക്കാതെ ഈ 13 ആളെയും ബോട്ടെയും, ഈ ബോട്ടിനകത്ത് വേറെ രസമുണ്ട്, അതിനകത്ത് ഏതാണ്ട് 7-10 ലക്ഷം രൂപയുടെ മത്സ്യം ഉണ്ടായിരുന്നു. അതുവരെ ഈ നീണ്ടര ആർബിലിട്ട് അവർക്ക് വിറ്റെടുക്കാൻ പറ്റി. അങ്ങനെ രക്ഷപ്പെടുത്തി കൊടുത്തു. മത്സ്യബന്ധനം ആണ് തൊഴിൽ. മത്സ്യബന്ധനമായിട്ട് 30 വർഷത്തിൽ കൂടുതലായിട്ട് മത്സ്യബന്ധനത്തിലേർപ്പെട്ട് ജീവിച്ച് ഇവിടം വരെ എത്തിപ്പെട്ടു. മക്കളൊരാൾ വേർപെട്ട്, 2 പേര് വിവാഹം കഴിച്ചു, 2 പേർക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ വട്ടപൂജ്യത്തുന്ന ജീവിതം. അപ്പനും അമ്മയൊന്നും സമ്പാദിച്ചു തരുന്ന പാകത്തിലല്ലായിരുന്നു, ഒന്നും സമ്പാദിച്ചില്ലായിരുന്നു, തരാൻ കഴിഞ്ഞില്ല. അതിനകത്തൊന്നും ദുഃഖവും പ്രയാസമൊന്നുമില്ല. എല്ലാം ഈ കാണുന്നതൊക്കെ നിങ്ങളിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഭവനവും ഈ ഇടവും ഒക്കെ എല്ലാം ഈ അമ്മ മാതാവ് നേടിത്തന്നതാണ്. ഈ കാണുന്നതൊക്കെ ഇപ്പം കാണുന്ന മിച്ചം സ്വന്തം എന്നൊക്കെ പറയുന്നത് എല്ലാം മാതാവ് നേടിത്തന്നതാണ്. മാതാവ് ഇവിടം വരെയും നടത്തിച്ചു, ഇവിടം വരെയും നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അതിന് മാതാവിനോടും വിശുദ്ധ ജോൺ ബുട്ടർ പുണ്യാളനോടും എത്ര നന്ദി അകമഴിഞ്ഞ് പറഞ്ഞാലും മതി വരത്തില്ല. ഞങ്ങൾ ഓരോ നിമിഷവും നന്ദി പറഞ്ഞ് ജീവിക്കുന്ന കൂട്ടത്തിലാണ്.